കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതൃഭാഷയെക്കുറിച്ചാണ്. നമ്മുടെ മാതൃഭാഷ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, മലയാളം തന്നെ. മലയാളത്തിലെ ആദ്യ യൂണിറ്റ് ആയിട്ടുള്ള കനകച്ചിലങ്ക. പി.ടി. ഭാസ്കരപ്പണിക്കർ മലയാള ഭാഷയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. നമ്മുടെ മലയാള ഭാഷ ആരാണ് നമുക്ക് ആദ്യമായി ചൊല്ലിത്തന്നത്? അമ്മയാണല്ലേ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്ക് അമ്മയെ പോലെ ഈ ഭാഷ. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ അമ്മ, അതുപോലെ ആയിരിക്കണം നമുക്ക് നമ്മുടെ മലയാള ഭാഷ. മനസ്സിലായോ കൂട്ടുകാരെ? നമുക്കൊരു കവിത ചൊല്ലിയാലോ? രാമകൃഷ്ണൻ കുമരനെല്ലൂർ എഴുതിയ തൂവൽ എന്നുള്ള കവിതയിലെ കാക്കിരി പൂക്കിരി എന്ന ഭാഗം നമുക്കൊന്ന് പാടി നോക്കാം. കാക്കിരി പൂക്കിരി, കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു, കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളീ നാവിനു സമ്മാനം. ഈ കവിത കേട്ടിട്ട് എന്തിനെക്കുറിച്ചാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കും? തേന്മാവിലുള്ള മാങ്ങയെക്കുറിച്ചിട്ടാണല്ലേ ഈ കവിത ചൊല്ലിയിട്ടുള്ളത്. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. എത്താക്കൊമ്പത്ത് എന്താ ഉള്ളത്? പഴുത്ത മാങ്ങ അല്ലേ, ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്ത് വിളിക്കുന്നു. കുട്ടികൾ എന്താ ചെയ്യുന്നത്? മാങ്ങ കണ്ടിട്ട് ഇങ്ങനെ ആർത്ത് വിളിക്കുകയാണ് അല്ലേ. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പ് കുലുക്കുന്നു. കാറ്റിങ്ങനെ വീശിയിട്ട് കൊമ്പ് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട്. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നു. മാങ്ങ നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നുണ്ട്. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിനു സമ്മാനം. മാങ്ങയെ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? തേൻതുള്ളികളായിട്ടാണ് പറയുന്നത്. തേൻ എങ്ങനെയാണ്? നാവിൽ മധുരമേകുന്നതാണല്ലേ, അതുപോലെ തന്നെയല്ലേ മാങ്ങ. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. നമ്മൾ ഈ പാടിയ കവിത നിങ്ങളൊന്ന് നല്ല ഈണത്തിൽ, നിങ്ങളുടെ ഈണത്തിൽ നല്ല രസകരമായിട്ടൊന്ന് പാടി നോക്കൂ. നല്ല ഭംഗിയായിരിക്കും. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന രണ്ട് വാക്കുകൾ ഏതെല്ലാം? കാക്കിരി പൂക്കിരി, എല്ലാവർക്കും അറിയാം അല്ലേ, കാക്കിരി പൂക്കിരി. ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും കവി ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അല്ലേ. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. എല്ലാ വരികളുടെയും മുമ്പിൽ കാക്കിരി പൂക്കിരി എന്ന് ചേർത്തിട്ടുണ്ട്. അതായത് കാക്കിരി പൂക്കിരി എന്നുള്ളത് ചേർത്തിട്ടുള്ളത് ആ കവിതയ്ക്ക് നല്ലൊരു താളവും ഈണവും കിട്ടാൻ വേണ്ടിയിട്ട് കവി ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ചൊരു അർത്ഥമൊന്നും കാക്കിരി പൂക്കിരിക്ക് ഇല്ല കേട്ടോ. കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. ഈ കവിതയുടെ ചുറ്റും നിങ്ങൾ നോക്കൂ, നല്ലൊരു ചിത്രം ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ കവിതയ്ക്ക് യോജിച്ച നല്ല ഒരു ചിത്രം നിങ്ങൾ വരച്ചിട്ട് ഈ കവിതയുടെ സൈഡിലൂടെ ഒക്കെ വരച്ചിട്ട് നല്ല ഭംഗിയാക്കും എന്ന് വിചാരിക്കുന്നു. വരച്ച ചിത്രങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കൊടുത്തിട്ട് ആരതാണ് നല്ല ഭംഗി എന്നുള്ളത് കണ്ടെത്തണേ. അടുത്തതായി എല്ലാവരും പേജ് നമ്പർ 9 എടുത്തോളൂ കേട്ടോ. വാമൊഴി ചന്തം. വാമൊഴി നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ചാണ് വാമൊഴി എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഭംഗി, ചന്തം, ഇതാണ് വാമൊഴി ചന്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. നമ്മുടെ മലയാള ഭാഷ താളവും ഈണവും നിറഞ്ഞ ഒരു നല്ല മനോഹരമായ ഭാഷയാണെന്നാണ് ഇവിടെ പറയുന്നത്. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. നമ്മുടെ പാട്ടുകളും നമ്മുടെ പഴഞ്ചൊല്ലുകളും എല്ലാം എങ്ങനെയാണ്? നല്ലോണം ഈണവും താളവും നിറഞ്ഞു കവിഞ്ഞതാണ്. അതായത് അത്രയും വളരെ മനോഹരമായതാണ്. അടുത്തതായിട്ട് നമുക്കൊരു നാടൻ പാട്ട് പാടിയാലോ? എല്ലാവരും റെഡിയല്ലേ? എന്നാൽ എൻ്റെ കൂടെ പാടിക്കോ. തിന്താരോ തക,
തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. നല്ല രസകരമായിട്ടുള്ള ഒരു പാട്ട് അല്ലേ? നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമൊത്ത് ഈ പാട്ടൊന്ന് താളമിട്ട് പാടി നോക്കൂ കേട്ടോ. ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? എഴുതി താളമിട്ട് പാടൂ. നമുക്കൊന്ന് നോക്കിയാലോ. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി, ആറാനമ്മയ്ക്കും മക്കൾക്കും കുടിക്കാൻ ഏഴാം കാട്ടിലെ തേൻകൂടം. എങ്ങനെയുണ്ട് ഈ വരികൾ? ആ നാടൻ പാട്ടിൻ്റെ തുടർച്ചയായി തോന്നുന്നില്ലേ? നിങ്ങളും ഇതുപോലൊന്ന് എഴുതി നോക്കുക കേട്ടോ, നിങ്ങളെക്കൊണ്ടും കഴിയും. മക്കളെ, നമ്മളിപ്പോൾ വായ്ത്താരികൾ ചൊല്ലി ആസ്വദിച്ചല്ലോ അല്ലേ? എന്താണ് ഈ വായ്ത്താരികൾ? മുന്നേ നമ്മൾ പാടിയ ആ നാടൻ പാട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, തിന്താരോ തക തിന്താരോ തക തിന്താരോ എന്ന് പറഞ്ഞിട്ട് അല്ലേ? ഇത് തന്നെയാണ് കേട്ടോ വായ്ത്താരികൾ. വായ്ത്താരികൾ ഇത് മാത്രമേ ഉള്ളൂ അല്ല, ഇനിയും ഒരുപാട് തരത്തിലുള്ള വായ്ത്താരികളുണ്ട്. ഞാൻ ഇതിൽ കൊടുക്കാൻ കുറച്ച് വായ്ത്താരികൾ, നിങ്ങളത് ഒന്ന് ഈണവും താളമൊക്കെ ഒന്ന് പിടിച്ചു നോക്കൂ കേട്ടോ. ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും, അവ പാടി രസിക്കൂ. ബാലസഭയിൽ അവതരിപ്പിക്കാൻ മറക്കല്ലേ. മക്കളെ, എല്ലാവരും പേജ് നമ്പർ 12 എടുത്തേ. നമുക്ക് പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം ഒന്ന് വായിക്കൂ. പഴഞ്ചൊൽ പെരുമ. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് രണ്ട്, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടിയോടി വരണ കള്ളനെ പിടിച്ചേ. പൊടി പാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ, കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം, കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത്? ആ, അതെങ്ങനെയാ? അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ? അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതേ, കളിക്കാനും കൂടിയിട്ടില്ല, തലവേദനയും പനിയുമാണത്രേ അവൾക്ക്, വയറുവേദനയുണ്ട്. ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ, അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ട അമ്മേ, എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ, ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം, അമ്മ വിചാരിച്ചു. ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാം കേട്ടോ. ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്നും വീണ്ടും ബഹളമുയർന്നു, കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ. വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ. ഏതൊക്കെയാണ് ആ പഴഞ്ചൊല്ലുകൾ ഓർമ്മയുണ്ടോ? നമുക്കൊന്ന് നോക്കാം. കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു. എന്താ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം? കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാക്കകൾ ഇരിക്കുന്ന ഒരു ഭാഗത്ത് പോയിട്ട് കല്ലിടുക. കല്ലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? കാക്കകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കൂല്ലേ, ആകെ ബഹളാവും, കാക്ക എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ, നമ്മൾ ക്ലാസ്സിൽ ശബ്ദം ഉണ്ടാക്കാറില്ലേ? അപ്പോൾ ടീച്ചർ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടാവും ഇതേ പഴഞ്ചൊല്ല്, കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലേന്ന്. വേറൊരു പഴഞ്ചൊല്ലാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക. ഇത് കാക്കയെക്കുറിച്ച് മാത്രമാണോ പറയുന്നത്? അല്ല അല്ലേ. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിമണി എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ 1000 കാക്ക അത് കഴിക്കാൻ വരും എന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ലായിട്ട് പറയുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എടുത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കസിൻസൊക്കെ അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ആ പാത്രം പൊതിയാൻ അങ്ങോട്ട് വരില്ലേ. അത്രേ ഉള്ളൂ ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഓക്കെ. ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. എന്താ അത് ഉദ്ദേശിച്ചത്? നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കാൻ നേരത്തായിരിക്കും നമുക്ക് അസുഖങ്ങൾ വരിക അല്ലേ.
എന്നിട്ട് അത് കഴിക്കാനും പറ്റില്ല. ബാക്കിയുള്ളവർ അത് കഴിക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പം അതിനുള്ളൊരു പഴഞ്ചൊല്ലാണ് ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് എന്താണെന്ന് സംഭവിച്ചത്? വായിൽ പുണ്ണാണ്. കുറച്ചുകൂടെ പഴഞ്ചൊല്ലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിലും എഴുതിയെടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി താഴെ നോക്കൂ, ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. ഒരുമ തന്നെ പെരുമ, അതാണ് പഴഞ്ചൊല്ല്. ചിത്രം നോക്കൂ, കുറേ ഉറുമ്പുകളുണ്ട്. അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരെ ഫുഡ് കൊണ്ട്, ഭക്ഷണം കൊണ്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മുന്നോട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകുന്നത്? എല്ലാവരും ഒത്തൊരുമിച്ച് അത് പിടിച്ചിട്ടാണ് പോകുന്നത്. ഒരു ഉറുമ്പാണെങ്കിൽ മുമ്പിൽ നിന്നിട്ട് വഴി കാട്ടി കൊടുക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ള പഴഞ്ചൊല്ല് തന്നെ അല്ലേ, ഒരുമ തന്നെ പെരുമ. മകളെ, നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും വായിച്ചു നോക്കിയിട്ടും പാടി നോക്കിയിട്ടും നല്ല മക്കളായിട്ട് എടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. If you enjoyed our class, don't forget to like and subscribe. See you next time, kids. Keep smiling and keep learning.